ഞാൻ ഓതിയ ആയത്ത്, ഞാൻ അങ്ങനെ ഒരു ആയത്തൊന്നും ഓതിപ്പോ ഒരു വേദം പറയേണ്ട സംസല്ലത്. ഞാൻ ഓതിയ ആയത്ത് സൂറത്തു അൻഫാലിലെ 46-ാമത്തെ ആയത്താണ്. വഅതീഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അനുസരിക്കണം എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകൾ മാനിച്ച് അംഗീകരിച്ച് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകണം. അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ഇസ്ലാമിന്റെ ഇസ്ലാമിക പ്രവർത്തകന്മാരുടെ ഏത് അനുസരണയും അള്ളാഹും അവന്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരലാണ് ആദ്യത്തെ അനുസരണം. പിന്നെ അത് സ്വന്തക്കാരെ പഠിപ്പിച്ച് അത് അവരതിലേക്ക് കൊണ്ടുവരലാണ്. പിന്നെയാണ് അനുബന്ധമായ ആൾക്കാരെ കൊണ്ടുവരേണ്ടത്. ഇസ്ലാമിന്റെ മതനിയമങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചായി കാണാം. ഇപ്പോ സ്ത്രീകൾ വല്ലാതെ പരസ്യമായി രംഗത്തിറങ്ങുന്ന ഔറത്ത് മറക്കാത്ത ഈ സമയം, അവര് മാത്രമല്ല ബാക്കിയുള്ള ആളുകളും അങ്ങനെ തന്നെ. അവിടെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. കുൽ നബിയെ തങ്ങൾ പറയണം. ആരോട്? ലി അസ്വാജിക, ആദ്യം അങ്ങയുടെ ഭാര്യമാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒലി ബനാതിക, പിന്നീട് അങ്ങയുടെ ഭാര്യമാരെയും. വനിസാഇൽ മുഅ്മിനീൻ, പിന്നീട് നിങ്ങളെ അനുധാവനം ചെയ്യുന്ന വിശ്വാസിനികളായ സ്ത്രീകളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരെ മേൽത്തട്ടം അതിന്റെ തെല്ല് മുഖത്തിലേക്കും മാർബിടത്തിലേക്കും വലിച്ചിട്ട് മാർബിടവും മുഖവും കാണാത്ത രൂപത്തിൽ അന്യപുരുഷന്മാരുടെ ഇടയിൽ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ രാജ്യത്ത് എത്രയോ സഹോദരിമാരുണ്ട്. എല്ലാവരോടും മൊത്തമായി നമുക്കിത് പറയാൻ നമ്മുടെ രാജ്യത്ത് നിയമം അനുവദിച്ചേക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഓരോ മതവിശ്വാസിക്കും ആ മതവിശ്വാസം അനുസരിച്ച് വിശ്വസിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ നിലനിർത്താൻ അവകാശം നൽകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ ആ നിലക്ക് പാകപ്പെടുത്തണമെന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. ഇങ്ങനെ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും റസൂലും വിശ്വസിക്കുന്ന ആളുകൾ മുത്തഖീങ്ങളാവുക, നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുക. അതിൽ നമ്മൾ വലിയ യോജിപ്പും ഐക്യവും വേണം. എന്നിട്ട് ഖുർആൻ പറയുന്നത് വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്. വതഫ്ശലു, നിങ്ങൾ ഭിന്നിച്ചാൽ എന്താ? അല്ലി ചില്ലിയായി പോവും, നിങ്ങൾ ചിന്നിച്ചിതറിയായി പോവും. അതുകൊണ്ട് നിങ്ങൾ ഭിന്നിക്കരുത്. വതദ്ഹബു റീഹുക്കും, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളെ കാറ്റ് പോകും. അള്ളാഹു പറയാണ്, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളെ കാറ്റ് പോകും. മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾ കാറ്റ് പോകാതെ, ഇപ്പൊ ഒരു പന്തിന്റെ കാറ്റ് പോയാൽ അത് ചപ്പിപ്പോവും, പിന്നെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുപോലെ മുസ്ലിങ്ങൾ ഭിന്നിച്ചാൽ, മതപരമായി ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോയി, നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വിലയുമില്ലാതെ ഒരു കാര്യം തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ വേണ്ടി വരും. അങ്ങനെ ഐക്യത്തെ മൃഗപ്പിടിക്കാൻ നിങ്ങൾക്ക്, അതാണ് ആ പുസ്തകം, തിരുവസന്തം എന്നുള്ള പുസ്തകം. അതെല്ലാവരും ഒന്ന് വാങ്ങിക്കോളൂ. ഉസ്താദിന്റെ മൊയ്നുദ്ദീൻ സഖാഫിന്റെ ലോകസമരത്തിന് ദ്വാരക്കാനും കൂടി റസൂലുള്ളാഹിന്റെ ചരിത്ര പുസ്തകം ഒന്ന് വാങ്ങിക്കോളൂ എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കാറ്റ് പോകാൻ പാടില്ല. വളരെ ദമ്മായി ഗെറ്റപ്പിനായി സമുദായം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. സമുദായം ഒന്നിച്ചു നിൽക്കുമ്പോ അതിന്റെ ഗുണം സമുദായത്തിന് കിട്ടും. അതുപോലെ തന്നെ ഈ സമുദായം ഉള്ളയിടത്തെ എല്ലാ ജനങ്ങൾക്കും കിട്ടും. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, ഇസ്ലാം അവരുടെ വിശ്വാസവും ആചാരവും സംരക്ഷിച്ച് നിലനിർത്തി പോരുമ്പോൾ തന്നെ അവരവല്ലാത്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർ മുന്നോട്ട് വരും. ഇപ്പൊ മൊത്തത്തിൽ ഒരു തെറ്റിദ്ധാരണ ഇവിടെ പരത്തുന്നുണ്ട്. ഇസ്ലാമിക റിപ്പബ്ലിക് വന്നാൽ മനുഷ്യന്മാരെ പരസ്പരം കൊന്നുകളയും, അതാണ് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് തെറ്റിദ്ധരിച്ച ചില മനുഷ്യന്മാരുണ്ട്. തെറ്റിദ്ധരിക്കുകയല്ല, ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 15% മാത്രമാണ് നമ്മുടെ മുസ്ലിങ്ങളുള്ളത്. ആ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അല്ല. എന്ത്?
നിങ്ങളിവിടെ മറ്റുള്ള ആളുകളൊക്കെ ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ കൊണ്ടുവരണം, അത് നിങ്ങളെ ബാധ്യതയാണ് എന്നൊരു കൽപ്പന ഇസ്ലാമിലില്ല. ഇപ്പൊ ഈ അടുത്ത ദിവസം ഉസ്താദ് പത്രക്കാര് ചോദിച്ചപ്പോ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഉദ്ദേശ്യം അവർ എഴുതി വെച്ചത് ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്, അതിന് ഞങ്ങൾ കൂട്ടു നിൽക്കണില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക റിപ്പബ്ലിക് വരുന്നതിന് എതിരാണെന്നാണോ പറഞ്ഞത്? അങ്ങനെ ഒരു കൽപ്പന നമുക്കില്ല. ഇവിടെ 85% മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുമ്പോ അവരുടെ അവകാശങ്ങളെല്ലാം ബലിയർപ്പിച്ച് 15% വരുന്ന മുസ്ലിങ്ങൾക്കൊപ്പം അവർ നിൽക്കണം, അത് നമ്മുടെ വാജിബാണ്, വാജിബാത്തുകളിൽപ്പെട്ടതാണ് എന്നൊരു കൽപ്പന ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ആ വാദത്തെ എതിർക്കുന്നത്. അതേ സമയത്ത് ആ എതിർപ്പ് എന്തല്ല, ഇവിടുത്തെ തീവ്രവാദികളും ഭീകരവാദികളും പ്രചരിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിക റിപ്പബ്ലിക് വന്നാൽ മനുഷ്യന്മാരെ കൊല്ലും, മുസ്ലിങ്ങളെ മാത്രമേ നിലനിർത്തുകയുള്ളൂ, അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എവിടെ പ്രസംഗിക്കുമ്പോഴും ഇസ്ലാമിക ഒരു സദസ്സിൽ വന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയും, മദീന കരാർ അത് മനുഷ്യർക്ക് ഏറ്റവും വലിയ പാഠം നൽകുന്ന കരാറാണ്, ഇസ്ലാമിന്റെ സൗന്ദര്യം ആ കരാറ് വഴി മനസ്സിലാകുമെന്ന് പറയാറുണ്ട്. അദ്ദേഹം ഇന്നിപ്പോ പിന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ആർക്കും പഠിക്കാൻ സുതാര്യമായ രൂപത്തിൽ ഓൺലൈനിൽ സജീവമാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ വായിച്ചിരിക്കാം. അദ്ദേഹം ഇത് ഇടയ്ക്കിടയ്ക്ക് മിനിയാന്നും കൂടെ ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടപ്പോഴാണ് ആ മദീന കരാർ ഒന്ന് നോക്കുക. നമ്മൾ മദീന കരാർ ഇപ്പൊ നമ്മൾ യൂട്യൂബില് ചോദിച്ചാൽ പറഞ്ഞല്ലോ. ഇപ്പൊ പിന്നെ ബുദ്ധിയൊന്നും ആർക്കും വേണ്ടല്ലോ, ഒക്കെ AI വന്നതോടുകൂടെ എന്തായി, ഒരാൾക്കും മുത്താലെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മുത്താലെ ചെയ്യാതെ ഇവര് പറയുന്നത് മാത്രം കേട്ട് വേറെ പറയാൻ പോയാൽ അബദ്ധം. അപ്പൊ മിഞ്ഞാന്ന് ഞാന് ഇതിനോട് ചോദിച്ചു, വടശ്ശേരി അസം മുസ്ലിയാർ എന്ന് പറഞ്ഞ ആരാണ്? അപ്പൊ ഇയാൾ പറഞ്ഞു തന്നു, 1926 മരണപ്പെട്ടു പോയ വലിയൊരു പണ്ഡിതനാണ്. അത് കേട്ട് പ്രസംഗിക്കാൻ നിൽക്കണ്ട. എന്താണ് അതിനൊരു ഓപ്ഷൻ? എന്താ ഇതിന് പറയല്? ആരോട് ചോദിക്കുന്ന? എല്ലാവരും കഥല്ലേ ഉണ്ട്, ജിമിനിയോട് ചോദിക്കുക. അപ്പൊ വേറെ പറയണ മോലിയാർക്ക് ഇപ്പൊ കുടുംബജീവിതമാണ് വിഷയമെങ്കിൽ സ്റ്റേജിൽ ശേഷം മൊബൈലിൽ വെച്ചൊരു കുടുംബജീവിതം ഒരു 1/2 മണിക്കൂർ പ്രഭാഷണം ശരിയാക്കി തരണം, ഇയാൾ ശരിയാക്കി തരും. അതെങ്ങനെയാന്ന് വെച്ചാൽ വേറെ ആരൊക്കെയോ എഴുതിയത് പറഞ്ഞത് അതിനൊക്കെ മൂപ്പരൻ പിടിച്ചെടുത്തിന് മാറ്ററാക്കി തരികയാണ്. അപ്പൊ അത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം വിവരം നമുക്ക് വേണ്ടി വരും. അത് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം വടശ്ശേരി അശ്വംസിലെ ആരാണെന്ന് അറിയുന്ന ആൾക്കാർ ഇതിനോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അറിയാത്ത ആൾക്കാർ 2026 മരണപ്പെട്ടു പോയ ഒരു മഹാപണ്ഡിതനാണെന്ന് പ്രസംഗിച്ചാൽ പിന്നെ അബദ്ധല്ലേ, മോശമല്ലേ? അങ്ങനെ തന്നെ ഇന്ന് കിട്ടുള്ളൂ. അവനവന്റെ ബുദ്ധി മരവിപ്പിക്കുക എന്നുള്ളതാ. AI വന്നാ ബുദ്ധി നശിക്കുക. നേരത്തെ ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ വരുന്നത് വരെ 9 9 18 4 22 എന്ന് വേഗം നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു കിലോ 1 കിലോ അല്ല 1.5 കിലോ പിന്നെ എന്താ ഓറഞ്ചും കുറച്ച് ആപ്പിളും വാങ്ങി. അങ്ങനെ രണ്ടും കൂടി എത്രയായി? നമ്മുടെ ഉസ്താദിന്റെ അയൽവാസിന്റെ സുഹൃത്തുണ്ട്, പിന്നെ ഒരു സക്കാഫിണ്ട്, പിന്നെ നമ്മുടെ വെണ്ണിയോട് സക്കാഫി. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഏതായാലും കുട്ടിയൊക്കെ എന്തെങ്കിലും 2 സാധനം വാങ്ങാന്ന് വിചാരിച്ചിട്ട് ആ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ആ കുട്ടിനോട് ഞാൻ എത്രയായിന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ മൊബൈൽ ഇങ്ങനെ തരികയാണ്. ആകെ അങ്ങോട്ട് മൊബൈൽ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയാൻ എനിക്ക് സമയം പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ കയ്യൊന്ന് കൂട്ടുകയാണ്. ഇപ്പൊ ഇത് 1.5 കിലോന് എത്രയാന്ന്? എന്തൊരു ഇടങ്ങേരെന്താ? കാരണം എന്ത് വില, 2 2 4 എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണം? ഉടനെ ഇത് നിൽക്കണം. അവിടേക്ക് വന്നു. ഇനിയിപ്പോ AI വന്ന് അത് ഉറച്ചു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? ഒരാളൊന്ന് കിതാബ് നോക്കൂല, പത്രം വായിക്കൂല. ഈ വയനാട് ദുരന്തം എന്നാ ഉണ്ടായത് ആർക്കും ഓർമ്മ ഉണ്ടോ? ഇതിന് ചോദിച്ചാൽ മതി, അപ്പൊ പറഞ്ഞുതരും. അപ്പൊ എല്ലാം ഇതിന് ആധാരമാക്കിയാൽ മനുഷ്യനില്ല ബുദ്ധി നഷ്ടപ്പെടുകയാണ്. അത് നമ്മൾ നന്നായി പേടിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ അതുകൊണ്ട് ഈ പുസ്തകം തന്നെ ആരാപ്പ പുസ്തകം വായിക്കുക? അങ്ങനെ ചിന്തിക്കേണ്ട. പുസ്തകം വായിക്കണം, വായിച്ചെങ്കിലേ ഇൽമുണ്ടാവുള്ളൂ, അപ്പോഴേ അത് ഇവിടെ സ്റ്റോർ ചെയ്യുള്ളൂ. ഇവരോട് ചോദിച്ചാൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിലും അത് നമ്മുടെ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കൂല. ഈ കാര്യം നമ്മൾ ഇടക്ക് പറഞ്ഞു പോയതാ. എന്നിപ്പോ പറയാൻ കാരണം എനിക്കറിയില്ല. ഏതായാലും നമ്മളെ VD സതീശൻ
ഈ മദീന കരാർ ഇങ്ങനെ എല്ലായിടത്തും വളരെ ബഹുമാനിച്ച് പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന മദീന കരാറോ നോക്കുക നമ്മള്. അത് സീറത്തുൻ നബവിയിൽ ഞാൻ നോക്കിയ സീറത്തുൻ നബിയിലെ 454 പേജിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായ കരാറാണ്. എപ്പോഴാണ് ഈ കരാർ വന്നത്? മദീനയിൽ വന്ന ഉടനെ തന്നെ റസൂലുള്ള കരാർ വെച്ച് വന്നു? ഇല്ല, അവിടുത്തെ പൾസ് പഠിച്ചു. എന്താണ് മദീനയിലെ മനുഷ്യന്മാരുടെ സ്ഥിതി? ജൂത ക്രൈസ്തവർ തമ്മിൽ തല്ലാണ്. ഔസ് ഖജറജ് ഗോത്രക്കാർ തമ്മിൽ എന്നും അടിയാണ്. മനുഷ്യന്മാര് ചേർച്ചയില്ല. അതിൽ ആരൊക്കെ മനുഷ്യന്മാരുണ്ട്? നമ്മൾ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളുണ്ട്, മക്കക്കാരെ കണ്ട് നന്നായിക്കൊണ്ടിരിക്കുന്ന അൻസാറുകളുണ്ട്, അവിടെയുള്ള ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുശ്രിക്കുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകാപരമായ ജീവിത രീതി പഠിപ്പിച്ചു. മദീനയിൽ എത്തിയ ഉടനെ തന്നെ മുസ്ലിങ്ങളോട് സലാമന പ്രചരിപ്പിക്കാനും മൊത്തത്തിൽ മനുഷ്യന്മാരോട് ഭക്ഷണം കൊടുക്കുന്ന കാര്യം, പാവപ്പെട്ടവരെ പട്ടിണി തീർക്കുന്ന കാര്യം, ഇതിലൊക്കെയാണ് ഊന്നൽ നൽകി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ദിവസങ്ങൾ, കുറച്ച് കാലങ്ങൾ ഇങ്ങനെ ആയപ്പോ ആളുകളിലൊക്കെ ഇങ്ങനെ കുറെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഒരു വ്യവസ്ഥാപിതമായ ഭരണഘടന ഉള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. ആലോചന ആരോടാണ്? അവിടുത്തെ പ്രബല സമൂഹമായ ജൂതന്മാരോട്, ക്രിസ്ത്യാനികളോട്, അതുപോലെ തന്നെ മറ്റുള്ള മതക്കാരോട്, അവിടെ ഹിജറയായി വന്നവരോട്, നാട്ടിലുള്ളവരോട്, അവരുമായി പിൻപറ്റിയവരോട്, അവരിലേക്ക് വന്നു ചേരുന്നവരോട് എല്ലാവരെയും സമീപിച്ചുകൊണ്ട് പറയുന്നത്, നമുക്ക് ഈ ഒരു ശരിക്കും ഒരു വ്യക്തമായ വ്യവസ്ഥാപിതമായ ഒരു രേഖക്കടിസ്ഥാനത്തിലായി ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി ഈ നാട്ടിലെ മനുഷ്യന്മാർ ഒന്നിച്ചു നിൽക്കണം. അതിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു രേഖ സമർപ്പിക്കുകയാണ്. അതാണ് ഈ മദീന കരാർ. അതിന്റെ ആമുഖത്തിൽ തന്നെ എഴുതിയത് ഹാദാ കിതാബും മിൻ മുഹമ്മദിൻ നബിയ്യി വറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രേഖ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയിൽ നിന്നുള്ള ഒരു കരാറാകുന്നു. ആരുടെ ഇടയിൽ? ബൈനൽ മുഅ്മിനീന വൽ മുസ്ലിമീന മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽ നിന്നുള്ള മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളുമായ, അഥവാ നമ്മളൊക്കെ ഒന്ന് തന്നെ, മുഅ്മിനായാലും ഒന്ന്, മുസ്ലിമുമായ ഒന്ന്, അങ്ങനെയുള്ള ഈ മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഒരു കരാർ. വാഹിദി യസ്രിബ, മദീന നിവാസികളും ഖുറൈശികളിൽപ്പെട്ട മുസ്ലിങ്ങളും ഈ മദീനയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരും തമ്മിലുള്ള ഒരു കരാറാണ്. വമൻ തബിഅഹും, ഈ പറയപ്പെട്ട വിഭാഗങ്ങളോട് പിൻപറ്റുന്നവർക്കിടയിലുള്ളതും, ഫലഹിഖ ബിഹിം, അവരിലേക്ക് വന്നു ചേരുന്നവർക്ക് ഇടയിലുമുള്ള ഒരു കരാറാണ്. എന്താണ് കരാർ? ഇന്നഹും ഉമ്മത്തുൻ വാഹിദ, മദീന നിവാസികൾ എന്ന നിലയിൽ, ഈ രാജ്യത്തിന്റെ കീഴിൽ നിൽക്കുക എന്ന നിലയിൽ നമ്മൾ ഇനി കാഫിരീങ്ങൾ വേറെ, മുസ്ലിങ്ങൾ വേറെ, മുസ്ലിങ്ങളിൽ തന്നെ മുഹാജിരികൾ വേറെ, അൻസാറുകൾ വേറെ, മദീനയിലുള്ള ഔസ് വേറെ, ഖദറജ് വേറെ, ഇങ്ങനെ ഒന്നില്ല. മിൻ ദൂനിന്നാസ്, ഈ മദീനക്കാരല്ലാത്ത മറ്റു ആളുകൾ ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കുമ്പോൾ അവരെ പ്രതിരോധിച്ച് ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരെന്ന നിലയിൽ നമ്മളെല്ലാവരും ഉമ്മത്തം വാഹിദ, ഒറ്റ സമൂഹമാണ്. റസൂലുള്ള പറയാൻ നോക്കൂ നിങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അതുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റ സമുദായമാണ്. അവിടുത്തെ മെജോറിറ്റി ഉള്ള സമൂഹമാണ് യഹൂദന്മാർ. അവരൊന്ന് പ്രത്യേകം പറഞ്ഞു. ഇതൊന്നും ആദ്യം വാഹിദി യസ്രിബിൽ പെട്ടണ്. പക്ഷേ റസൂലുള്ള ഒന്നുകൂടെ പരിഗണിക്കുന്നു, നമ്മൾ ഈ നാട്ടിലുള്ള ബനു ഔഫുകാരായ യഹൂദന്മാർ, നമ്മളും ഒരു ഉമ്മത്തം വാഹിദ, നമ്മൾ വേറെയല്ല. ഉമ്മത്തം മഅൽ മുഅ്മിനീന, ഇവിടുത്തെ യഹൂദികൾ ഇവിടുത്തെ മുഅ്മിനീങ്ങളോട് കൂടെ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കേണ്ട ഉമ്മത്തും വാഹിദയാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ലിൽ യഹൂദി ദീനുഹും, യഹൂദികൾക്ക് അവരെ മതമുണ്ട്, ഒലിൽ മുസ്ലിമീന ദീനുഹും, മുസ്ലിങ്ങൾക്ക് അവരുടെ ദീനുമുണ്ട്. നമ്മൾ ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾ എന്ന നിലയിൽ ഉമ്മത്തം വാഹിദായി നിൽക്കുമ്പോ പരസ്പരം മതം വലിച്ചെറിയണ്ട. യഹൂദികൾ ആശയാദർശനുസരിച്ച് ജീവിക്കുക,
മുസ്ലിങ്ങൾക്ക് അവരുടെ ആചാരാനുഷ്ഠാന വിശ്വാസം ജീവിക്കാം. എന്നാ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒറ്റ രാഷ്ട്രക്കാരായി ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള ബിർറും നുസ്ഹും പരസ്പരം നമ്മൾ ഷെയർ ചെയ്യണം. പരസ്പരം കുറ്റപ്പെടുത്താതെ അക്രമം നടത്താതെ നമ്മൾ മസ്ലഹത്തിലും ഗുണത്തിലും ഒരുമയോടുകൂടെ നിൽക്കണം. എത്ര മനോഹരമായ ഒരു കരാർ! ഇതാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കെങ്കിൽ, ആ റിപ്പബ്ലിക് ഒരു കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ അത് മനുഷ്യന്മാർക്ക് എതിരാവൂലല്ലോ. അത് എല്ലാ മനുഷ്യന്മാരെയും ഒന്നിച്ച് നിലനിർത്തുകയാണ്. എന്നാൽ ഇന്ന് നമ്മളെ രാജ്യത്ത് നടക്കുന്ന എന്താണ്? നമ്മുടെ രാജ്യത്ത് പരസ്പരം കുറ്റപ്പെടുത്തലുകളാണ്, അവഗണനകളാണ്. മിനിയാന്ന് നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയും പാർലമെന്റും ഒരേമാതിരി കിടിലം കൊണ്ടു. എന്താ കാരണം? ഈ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ യാഥാർത്ഥ്യമായ ചില കാര്യങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് പറയാണ്, ഇന്ത്യക്കാരിഞ്ഞ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൂല. നമ്മളെ കാര്യം മൂപ്പര് പറയാം, നമ്മൾ എവിടുന്ന് എണ്ണ വാങ്ങും എണ്ണ വാങ്ങൂല എന്ന് നമുക്ക് തീരുമാനിക്കാൻ ഒരു ഗവൺമെന്റ് ഇല്ലേ? ആ ഗവൺമെന്റിനെ മറികടന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പറയാണ്, ഇനി റഷ്യക്കാർ എന്ത് ചെയ്യില്ല, അല്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങൂല. അതുപോലെ ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും നികുതിയില്ലാതെ ഇനി അമേരിക്ക നേരിട്ട് ഇറക്കും കരാറായത്. രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്, അങ്ങനെ ഒരു കരാർ നമ്മൾ തമ്മിലുണ്ടോ? ഇവര് മുണ്ടണില്ല. അവര് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ അനുവദിക്കാതൊക്കെ, എന്നിട്ട് സഭ അലങ്കോലായ രാത്രി ഇവർ മന്ത്രിമാർ ഓൺലൈൻ ഇങ്ങനെ വരികയാണ്. രാജ്യത്തിന്റെ അതീവ സുരക്ഷിതമായ കാര്യങ്ങൾ അങ്ങനെ പരസ്യമായി പറയാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാത്തത്. എന്താ രാജ്യത്തിന്റെ അതീവ സുരക്ഷിതമായ കാര്യം നമ്മൾ എവിടുന്ന് എണ്ണ വാങ്ങൂല എന്നൊക്കെ മൂപ്പര് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൽ പകുതിയും ആകാശത്ത് കഴിയുന്ന ഈ പ്രധാനമന്ത്രിനെ ഇപ്പൊ വേറെ ഏതൊരു നാട്ടിലെ പെണ്ണിനെയും ഭരണാധികാരിയെയും ഭാര്യയെയും ഒന്നിച്ച് തട്ടിക്കൊണ്ടുപോയ മാതിരി ഇനി ട്രംപ് പറയില്ലേ, നിങ്ങളെ പ്രധാനമന്ത്രി നമ്മളെ അടുക്കളയിലുണ്ട്, അന്വേഷിച്ചൊന്നും വരണ്ടെന്ന് പറയില്ലേ? ഈ രാജ്യം അത്രമാത്രം നാണം കെട്ടുപോകല്ലേ? അപ്പൊ അപ്പോ അതിന് മറുപടി പറയണമെന്ന് മറുപടി ഇല്ല. മിനിയാന്ന് രാജ്യസഭയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോ രാജ്യസഭയിലെ ഏറ്റവും പ്രായമുള്ള പ്രതിപക്ഷത്തുള്ള ആള് നമ്മളെ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മുദ്രാവാക്യം വിളിച്ചു, പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പ്രധാനമന്ത്രി സ്പീക്കറോട് പറയാണ്, ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, നമ്മുടെ ഗാഡ്ഗിജിക്ക് ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. മൂപ്പർക്ക് വയസ്സ് കുറെ ആയിട്ടുണ്ട്. ട്രോള് പ്രധാനമന്ത്രി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ വയോവൃദ്ധനെ ട്രോള് പ്രധാനമന്ത്രി വയസ്സായതുകൊണ്ട് ഇരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ സഹകരിച്ചു കൊടുക്കണം. ഇങ്ങനെ പരസ്പരം ട്രോളുകയും രഹസ്യങ്ങൾ രാജ്യത്തിന്റെ വിലപ്പെട്ട കാര്യങ്ങളെല്ലാം മറച്ചുവെക്കുകയും രാജ്യത്തെ മറ്റൊരാൾക്ക് തീരെഴുതി കൊടുത്ത മാതിരി രാജ്യത്തിന്റെ കാര്യങ്ങൾ വേറെ എവിടുന്നെങ്കിലും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് രാജ്യം ഇല്ലാതെയാകുമ്പോൾ ഈ രാജ്യത്തെ മനുഷ്യന്മാരെല്ലാം എല്ലാ കക്ഷിത്വങ്ങളും മറന്ന് ഉമ്മത്തം വാഹിദയായി ജീവിക്കണം. ഇസ്ലാമിന്റെ ഒരു റെക്കോർഡ്, ഒരു കരാറാണ് അന്ന് മദീനയിലുണ്ടായ കരാർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല എന്ന കൽപ്പനയ്ക്ക് വിധേയമായി ജീവിക്കേണ്ട നമ്മൾ ആ അനുസരണയുടെ ഭാഗമാണ് ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും സഹായം നൽകുക എന്നത്. നിങ്ങൾ നോക്കൂ, അയൽവാസികളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാതി പറഞ്ഞു, മതം പറഞ്ഞു. നിങ്ങളെ വീട്ടിൽ സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാൽ വെള്ളം ചേർത്തിട്ടെങ്കിലും അയൽവാസിക്ക് എത്തിച്ചു കൊടുക്കണം. ആയിഷ ബീവിക്ക് ഭയങ്കര സംശയം. 2 അയൽവാസികളാ ബീവിന്റെ നേരെ വീട്ടിന്റെ മുന്നിലുള്ളത്. ആയിഷ ബീവി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് 2 അയൽവാസികളുണ്ട്, 2 ആളുകൾക്കും കൊടുക്കാൻ മാത്രം എൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ, ഒന്നരാടല്ലേ അവിടെ ഭക്ഷണം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 2 അയൽവാസികൾക്കും ഇതിൽ ഞാൻ ആർക്കാണ് എൻ്റെ ഉള്ളതിലൊരു അംശം കൊടുക്കേണ്ടത്? റസൂലുള്ള പറഞ്ഞു, ആയിഷ, നിന്റെ വീട്ടിന്റെ വാതിലിനു നേരെയുള്ള വീടാരുടേതാണ്? നിന്റെ വീടിന്റെ ഡോറിന് നേരെ അടുത്തുള്ള വീട് ഏതാണ്? അതിന് നീ കൊടുക്കണം, പിന്നെന്തെങ്കിലും മറ്റേന് കൊടുക്കണം.
ആയിഷ, എന്റെ വാതിലിന് നേരെയുള്ള വീട് ഒരു മുസ്ലിമിന്റെ വീടാണെങ്കിൽ അവിടെ കൊടുക്കണമെന്ന് റസൂലുള്ള പറഞ്ഞു. ഇല്ല, അയൽവാസികളെ പരിഗണിക്കുന്ന വിഷയത്തിൽ അവിടെ ജാതിയോ മതമോ പറയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ആ ലാസ്റ്റ് മണിക്കൂറുകളൊക്കെ ഒപ്പിയെടുത്ത് ലോകത്തെ അറിയിക്കുന്നത് ആരാണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. ആ കൂട്ടത്തിൽ കാണാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ രോഗം സകലം കൂടിയപ്പോൾ, രോഗം കൊണ്ട് അവിടുന്ന് പ്രയാസപ്പെട്ടപ്പോ ഏതാനും ദിവസം 10-13 ദിവസം എന്റെ വീട്ടിലാണ് റസൂലുള്ള തങ്ങിയത്, മറ്റു ഭാര്യമാരെ അനുമതി പ്രകാരം. ഞങ്ങളെ വീട്ടിൽ ഭക്ഷണം എങ്ങനെയാ കഴിച്ചത്? ഒരു കുടുംബനാഥൻ വേണം വീട്ടിൽ സുഖമില്ലാതെ കിടക്കുക. ആ കുടുംബനാഥൻ VVIP കൂടിയാകുക. എത്ര സന്ദർശകർ വരും? കുടുംബക്കാർ അവിടെ തന്നെ ഭക്ഷണം കൊടുക്കണ്ടേ? തൊട്ടടുത്ത ഒരു അമുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഗോതമ്പം കടമായി അല്ലെങ്കിൽ പണയമായി വാങ്ങിക്കൊണ്ടുവന്ന് അതാണ് ഞങ്ങൾ കുറേശ്ശെ വേവിച്ചത്. മരണത്തിന്റെ അന്ന് ഞങ്ങളെ വീട്ടിലെ സ്ഥിതി അറിയണോ? ഒന്നും വേവിക്കാനില്ല. അവസാനം ഒരു പാത്രത്തിൽ നിന്ന് എനിക്ക് അല്പം ഗോതമ്പിന്റെ ഉമി കിട്ടി. നേര് പറയുകയാണ്, ആയിഷായു പറയാണ്, എന്റെ മുത്തുനബി വഫാത്തായ ദിവസം ഞങ്ങൾ ബന്ധുക്കളെല്ലാം ആ ഗോതമ്പിന്റെ ഉമി തിളപ്പിച്ച വെള്ളം കുടിച്ചാണ് കത്തലടക്കിയത്. ആ ഗോതമ്പം ഒരു അമുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് കടമായോ പണയമായോ അവിടുത്തെ അങ്കി പണയം വെച്ച് വാങ്ങി എന്ന് വരെ ചരിത്രത്തിൽ കാണാം. ആ രൂപത്തിലുള്ള സഹകരണവും സഹായവുമായിരുന്നില്ലേ ഇവിടെ റസൂലുള്ളാന്റെ റിപ്പബ്ലിക് കാണിച്ചു തന്നത്? അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ യോജിക്കണം എന്ന് പറയുമ്പോൾ ആ യോജിപ്പ് എന്തടിസ്ഥാനത്തിലാണ്? ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സുരക്ഷ ലഭിക്കുന്ന രൂപത്തിൽ. അല്ല, നമ്മൾ യോജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒന്നായിട്ട് മറ്റൊരു വേറെയാക്കുന്നില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് പോലും നമുക്കില്ല. അതുകൊണ്ടാണ് AP ഉസ്താദിന്റെ കേരള യാത്ര. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ, അതിന്റെ മധുരം തീർന്നിട്ടില്ല. ആർക്ക് തീർന്നിട്ടില്ല? നമ്മക്കല്ല, നമ്മളിപ്പോ വേറെ പരിപാടിയായിട്ട് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ രാജ്യത്തെ മറ്റു മതവിശ്വാസികൾ അതിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്നുള്ള ആ പ്രമേയം. അതുകൊണ്ടാണല്ലോ അത് അത്രയധികം ജനശ്രദ്ധയെ ആകർഷിച്ചത്, ജനങ്ങൾക്ക് അത് ആവേശം ലഭിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ സംഘടനകളുടെയും കീഴ്ഘടകങ്ങളുടെയും നയങ്ങളും പരിപാടികളും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അൽഹംദുലില്ലാഹ്, ഈ വരുന്ന 14-ാം തീയതി